ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. നമസ്കാരം. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2025 മാർച്ച് 30 മുതൽ ഏപ്രിൽ 5 വരെയുള്ള ഒരാഴ്ച കാലത്ത് 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫല സൂചനകളും പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ലളിതമായിട്ടുള്ള ഭാരതീയ ആചാരപ്രകാരമുള്ള പരിഹാരങ്ങളാണ്. നാമജപം, പാരായണം, ക്ഷേത്ര ദർശനം, യോഗധ്യാനം, ഇങ്ങനെയുള്ള വളരെ ലളിതമായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരിഹാര നിർദ്ദേശങ്ങൾ അനുഷ്ഠിക്കുവാനായിട്ട് വളരെ എളുപ്പമാണ്. പണച്ചെലവുള്ള കാര്യങ്ങളല്ല. ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്ക് കഴിയുമെങ്കിൽ മാത്രം ആ വഴിപാടുകൾ കഴിക്കുക എന്നുള്ളതാണ്. ക്ഷേത്ര ദർശനത്തിനും അവിടെ നിന്നുള്ള ജപത്തിനുമാണ് പ്രാധാന്യം എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർത്തിരിക്കുക എന്നുള്ളതാണ്. നാമജപത്തിനും ദാനധർമാദികൾക്കുമാണ് കലിയുഗത്തിൽ പ്രാധാന്യം എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഇനി രാശിഫലത്തിലേക്ക് കിടക്കാം. ആദ്യമായി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. യാത്രകൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ഉല്ലാസയാത്ര, തീർത്ഥാടനം ഇവയ്ക്കുള്ള ഭാഗ്യമുണ്ട്. ജീവിതത്തിൽ ചെറിയ നേട്ടങ്ങൾ, ഉയർച്ചയൊക്കെ വന്നു ചേരുവാനുള്ള ഭാഗ്യം, അതായത് സാലറി അരിയേഴ്സോ ഇൻക്രിമെൻ്റ് അരിയേഴ്സോ അല്ലെങ്കിൽ ഒരു ഉയർച്ച, ശമ്പളത്തിലൊരു ബെറ്റർമെൻറ്റ് വരുവാനും പുതിയ സർവീസ് കണ്ടീഷൻസൊക്കെ വരുവാനും സാധ്യതയേറെയാണ്. പുതിയ ജോലിക്കായി ശ്രമിക്കാവുന്ന ഒരു വാരമാണ്. ജോലി തരപ്പെടാനുള്ള ഭാഗ്യമുണ്ട്. ക്വാളിഫൈഡ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിന് തരക്കേടില്ലാത്ത ജോലി തന്നെ വന്നു ചേരുന്ന ഒരു കാലമാണ്. അപ്രതീക്ഷിതമായിട്ട് അല്പം പണം വന്നു ചേരാനൊക്കെയുള്ള ഭാഗ്യമുണ്ട്. ചിട്ടിയോ അങ്ങനെ എന്തെങ്കിലും വഴിക്ക്. അതുകൊണ്ട് തന്നെ പഴയ ബാധ്യതകളൊക്കെ അല്പം ഒന്ന് കുറയ്ക്കാനുള്ള ഒരു മാർഗം ഉണ്ടാകും എന്നുള്ളതാണ്. എന്നാൽ വളരെയധികം ബാധ്യത ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ജാതക പരിശോധന അത്യാവശ്യമാണ്. അതായത് വ്യയദുരിതസ്ഥാനം എന്നൊക്കെ പറയും. 12-ലെ അവസ്ഥ എങ്ങനെയാണ്, ലഗ്നാൽ 12-ൻ്റെ സ്ഥിതി എങ്ങനെയാണെന്നൊക്കെ പരിശോധിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള പരിഹാരം കൂടി ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അധിക സാമ്പത്തിക പരാധീനതയുള്ളവർ മഹാലക്ഷ്മി അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിക്കുക. വിവാഹ കാര്യങ്ങളിലും ഒരു തീരുമാനമാകുവാനും ബന്ധുസമാഗമം, കൂട്ടുകാരുമൊത്തോ ബന്ധുക്കളുമൊത്തോ ഒക്കെ പിക്നിക്, ആഘോഷം ഇവയൊക്കെ വന്നു ചേരുവാനും ഭാഗ്യമുള്ള ഒരു വാരമാണെന്ന് പ്രത്യേകിച്ചറിയുക. അധിക പണച്ചെലവ് എന്തായാലും ഈ വാരം പ്രതീക്ഷിക്കാം. അതായത് ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെയധികം പണം ചിലവായി പോകുമെങ്കിലും അതുകൊണ്ട് സന്തോഷം ലഭിക്കുവാനുള്ള ഒരു ഭാഗ്യവും ഈ വാരം കാണുന്നു. ആരോഗ്യകാര്യങ്ങളിലൊന്ന് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കുക. വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. എന്നാൽ ചെറിയ പ്രയാസങ്ങൾ, അതായത് വയറ് സംബന്ധമായിട്ട്, അതുകൊണ്ട് പുറത്തുനിന്നുള്ള ആഹാരമൊക്കെ ഒന്ന് കുറച്ചോളൂ. ആത്മാർത്ഥമായിട്ടുള്ള മഹാലക്ഷ്മി പ്രാർത്ഥന കൊണ്ട് എല്ലാ പ്രയാസങ്ങളും, പ്രത്യേകിച്ച് ബാധ്യതയുള്ളവർക്കുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ഇടവം രാശി. കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി ഭാഗം. ജോലിസ്ഥലത്ത് ചെറിയ അഭിപ്രായ വ്യത്യാസമോ പ്രയാസമോ നമ്മുടെ സ്ഥാന ചലനമോ ഒക്കെ വരുന്ന ഒരു കാലമാണ്. പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർ അവരുടെ ജോലി കാര്യങ്ങളിലൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ പവേഴ്സൊക്കെ എക്സസൈസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ സെയിൽസിലാണെന്നുണ്ടെങ്കിൽ അതൊക്കെ സെയിൽസൊക്കെ നടത്തുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോൾ വരവിൽ ചെറിയ തടസ്സങ്ങളോ വ്യക്തികളെ കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്നുള്ള ധനനഷ്ടമോ ഒക്കെ വരാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റിലൊക്കെ സൈൻ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി മാത്രം മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ലാൻഡ് ട്രാൻസാക്ഷൻസും ഒക്കെ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. എന്ന് മാത്രമല്ല, ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളിലും, അതായത് പവർ ആൻഡ് അതോറിറ്റി ഉള്ള ജോബ്സിലൊക്കെ ഇരിക്കുന്നവർ അവരുടെ പവർ എക്സസൈസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം പവർ എക്സസൈസ് ചെയ്യാൻ. ഈ പവർ ഡെലിഗേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. മറ്റുള്ളവരെ ഏൽപ്പിക്കുക. ചെയ്യുന്ന എല്ലാ കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ടാണ് ഡെലിഗേറ്റഡ് പവേഴ്സ് ഓഫീസിൽ ഉണ്ടാകുന്ന ഒരു സംവിധാനമുണ്ട്. അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർ പെരുമാറണമെന്നില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് പിന്നീട് പ്രയാസങ്ങൾ വരുവാൻ സാധ്യതയുള്ളൊരു കാലമാണ് എന്ന് പ്രത്യേകിച്ചറിയാം. അതായത് അല്പം ഒരു ദൈവാധീനക്കുറവ് ഉണ്ട്. അപ്പോൾ ആ ദൈവാധീനക്കുറവൊന്ന് മാറ്റുക എന്നുള്ളതായിരിക്കണം ലക്ഷ്യം. വ്യാഴാഴ്ചകളിൽ വ്രതമെടുത്ത് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ദൈവാധീനക്കുറവ് പരിഹൃതമാകും എന്നുള്ളതിൽ സംശയം വേണ്ട. അങ്ങനെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കും എന്നുള്ളതിലും സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. മിഥുനം രാശി. മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം.
പല മാറ്റങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ്. ശുഭകരമായിട്ടുള്ള ചില സൂചനകൾ ലഭിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ട്. ബിസിനസ്സിൽ ആവശ്യമായിട്ടുള്ള ലൈസൻസോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അത് അല്പകാലതാമസം ഉണ്ടായാലും അതിൻ്റെ സൂചനകൾ, അനുകൂലമായിട്ടുള്ള സൂചനകൾ ലഭിക്കുന്ന ഒരു സമയമാണ്. പുതിയ പാർട്ട്ണർഷിപ്പ് ഒക്കെ വരാനുള്ള ഒരു യോഗമുണ്ട്. എന്നാൽ ഇപ്പോഴുള്ള പാർട്ട്നേഴ്സിനെ കൊണ്ടുള്ള പ്രയാസങ്ങൾ ബുദ്ധിപരമായിട്ട് കൺട്രോൾ ചെയ്യേണ്ട ഒരു കാലം കൂടിയാണ് എന്ന് പ്രത്യേകിച്ചറിയുക. കോപ സ്വഭാവം ഏറിയിരിക്കും ഈ വാരം. അതുകൊണ്ട് തന്നെ വളരെ അടുത്ത ബന്ധുക്കളോടും ജീവിത പങ്കാളിയോടുമൊക്കെ സംസാരിക്കുമ്പോൾ, പെരുമാറുമ്പോൾ, അഭിപ്രായങ്ങൾ പറയുമ്പോഴൊക്കെ ഒരു പ്രത്യേകം ശ്രദ്ധ വേണം, ഒരു ആത്മനിയന്ത്രണം അത്യാവശ്യമാണ് എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. ഹരേ രാമ ജപമാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഒരു മനോനിയന്ത്രണം വരും. അതുകൊണ്ട് തന്നെ നമ്മൾ അഗ്രസീവായിട്ടുള്ള എന്തെങ്കിലും ടെൻഡൻസി ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. സ്കൂളിലും കോളേജിലും വിദ്യാർത്ഥികൾക്ക് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. എക്സാംസിന് നന്നായിട്ട് അങ്ങോട്ട് ചെയ്യാനായിട്ടുള്ള തടസ്സങ്ങളൊക്കെ വരാം എന്നുള്ളതുകൊണ്ട് സരസ്വതി നമസ്തുഭ്യം എന്നാരംഭിക്കുന്ന ശ്ലോകം വളരെ ഭക്തിപൂർവ്വം ജപിക്കുക. ദേവി കാര്യങ്ങളൊക്കെ തോന്നിച്ചോളും എന്നുള്ളതാണ്. യുക്തമായിട്ടുള്ള കാര്യങ്ങൾ തോന്നിപ്പിക്കും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. ശ്രീകൃഷ്ണ പ്രീതി വരുത്തിക്കോളൂ. ശ്രീകൃഷ്ണ സ്തോത്രം ജപിച്ച് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി മുന്നോട്ട് പോവുക. ജീവിതത്തിൽ കാര്യമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകും ഈ വാരം ഈ പ്രാർത്ഥന കൊണ്ട് എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. കർക്കിടകം രാശി, പുണർന്ന അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. വളരെയധികം ചിലവ്, വളരെ കാലമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ ഈ രാശിയിൽ പറയാറുണ്ട്. കർക്കിടകൻ രാശിക്കാർക്ക് ഇങ്ങനെ ചിലവ് കാരണം കുറച്ച് കാലമായിട്ട് ഇങ്ങനെ വിഷമങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും. പക്ഷെ വിഷമിക്കേണ്ട കാര്യമില്ല. അഷ്ടമശനി കാലമായിരുന്നു. അതിനു മുമ്പ് കണ്ടകശനി കാലമായിരുന്നു. അഷ്ടമശനി മാറുന്നതിൻ്റെ ഒരു സൂചനകളൊക്കെ വന്നു തുടങ്ങുന്ന ഒരു കാലം ആരംഭിക്കുകയാണ് എന്നുള്ളതുകൊണ്ട് ആശ്വസിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ സമയത്താണ് കർക്കിടകം രാശിക്കാർ ജാതകം ഒന്ന് പരിശോധിക്കേണ്ടത്. കാരണം ജീവിതത്തിലെ പല മാറ്റത്തിനും സാധ്യതയുള്ള ഏതാനും മാസങ്ങളാണ് ഇപ്പോൾ വരുന്നത്. ആ മാറ്റങ്ങൾ വേണ്ട രീതിയിൽ നമുക്ക് അനുഭവവേദ്യമാക്കണം എന്നുണ്ടെങ്കിൽ, അത് അനുകൂലമാക്കണം എന്നുണ്ടെങ്കിൽ ചില പ്രത്യേക പ്രാർത്ഥനകൾ അത്യാവശ്യമാണ്. ജാതകത്തിൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ, ദശാപഹാരങ്ങൾ എങ്ങനെയാണ് ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. അതിനനുസരിച്ചിട്ടുള്ള പരിഹാരം കൂടി ഉണ്ടെങ്കിൽ ഈ ആഴ്ച ഒരു തുടക്കമാണ്. വരുന്ന ചില 2-3 മാസത്തിനകം തന്നെ പല പ്രയാസങ്ങളും കർക്കിടക രാശിക്കാർ അനുഭവിക്കുന്ന പല പ്രയാസങ്ങളും ഒന്ന് കുറയ്ക്കുവാൻ കഴിയും. ചിലർക്ക് പൂർണ്ണമായിട്ട് അത് നീക്കുവാനും കഴിയും എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ് എന്നുള്ളതിൽ സംശയം വേണ്ട. വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകുവാൻ സാധ്യതയുള്ള വാരമാണ്. അതുപോലെ പുതിയ കൂട്ടുകെട്ട്, നല്ല സൗഹൃദം ഒക്കെ വരാനുള്ള യോഗമുണ്ട്. ആഭരണം, പുതിയ ഹോം അപ്ലയൻസസ് ഇതൊക്കെ വാങ്ങാനുള്ള യോഗം. കാറൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ 2 വീലർ ആണെങ്കിൽ അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനും ഒക്കെയുള്ള സാധ്യതകൾ, അതിനുള്ള താല്പര്യം ഒക്കെ വരുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാഷ് ഫ്ലോ കയ്യിൽ നിന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷേ ഇതൊക്കെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടായിരിക്കും. അതാണ് പിക്നിക്ക്, അങ്ങനെയുള്ള പല കാര്യങ്ങളും, തീർത്ഥാടനം, ഇതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ സന്തോഷകരമായിട്ടുള്ള ചില അനുഭവങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കുന്നതുകൊണ്ട് ആ പണം ചിലവായി പോകുന്നതിൽ വിഷമമുണ്ടാവില്ല. എന്നാൽ പഴയ ബാധ്യതയൊക്കെ ഉള്ളവർക്ക് ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന ആവശ്യമാണ്. മഹാലക്ഷ്മി അഷ്ടകം ദിവസവും ജപിച്ച് വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്രത്തിൽ നിന്ന് മഹാലക്ഷ്മി അഷ്ടകം 9 പ്രാവശ്യം ജപിക്കുക. പ്രാർത്ഥന നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കോളൂ. ഈ വാരം തന്നെ അനുകൂലമായിട്ടുള്ള സൂചനകൾ ലഭിച്ചു തുടങ്ങും. സന്തോഷമായിരിക്കുക. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രം ആദ്യത്തെ കാൽഭാഗം. വിദ്യാർത്ഥികൾക്ക് ശരീരത്തിലൊരു ക്ഷീണമോ അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങളിൽ ഒരു താല്പര്യക്കുറവോ ഒക്കെ വരാം. സ്വഭാവത്തിൽ ചില മാറ്റങ്ങളൊക്കെ ദൃശ്യമാകും. അമിത കോപമോ, നമ്മൾ ഇൻഡിഫറൻസ് എന്നൊക്കെ പറയുമല്ലോ, ആരോടും ഒരു ശ്രദ്ധയില്ല, താല്പര്യമില്ല എന്നൊക്കെയുള്ള ഒരു അവസ്ഥ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിൽ, ചെറുപ്പക്കാരിലും വിദ്യാർത്ഥികളിലും പ്രകടമാകുന്ന ഒരു വാരമാണ്. അതുകൊണ്ട് ഈ രാശിയിൽ ജനിച്ച കുട്ടികളുടെ മാതാപിതാക്കൾക്ക് മനസ്സിന് അല്പം ടെൻഷൻ വരെ, എന്താ ഈ കുട്ടി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നുള്ളൊരു തോന്നലും മനസ്സിലുണ്ടാകും. അത് ഈ സമയം അങ്ങനെയുള്ളൊരു സമയമാണ് എന്നുള്ളതാണ്. എല്ലാ കാര്യത്തിലും ഒരു ധിക്കാരസ്വരം പ്രകടമായി വരുന്ന ഒരു വാരമാണ്. അത് നിയന്ത്രിക്കാൻ വളരെ എളുപ്പമാണ് എന്നുള്ളതാണ്. ശ്രീരാമസ്വാമിയെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ശ്രീരാമസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. ദിവസവും ശ്രീരാമസ്തുതി മനസ്സുകൊണ്ട് ജപിക്കുക. ഹരേ രാമ 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 ഹരേ ഹരേ,
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ ജപം കൊണ്ട് മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും. ഗൃഹത്തിനകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹൃതമാകും. കുറച്ചുകൂടെ ഊഷ്മളമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാകാനുള്ളൊരു ഭാഗ്യം ഈ ജപം കൊണ്ട് ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. ഓഫീസിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമല്ല, പല കാര്യങ്ങളിലും പിന്നീട് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നുള്ളതുകൊണ്ട് പൊതുവേ ഈ നമ്മുടെ ലാൻഡ് ട്രാൻസാക്ഷൻസ്, വാഹനം വിൽക്കുക, വാങ്ങുക, സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങാൻ പറ്റിയൊരു കാലമേ അല്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. സ്വയം ഒരു നിയന്ത്രണം എല്ലാ കാര്യത്തിലും വേണം. സോഷ്യലൈസേഷനൊക്കെ വളരെ ലിമിറ്റ് ചെയ്യേണ്ട ഒരു കാലമാണ്. വളരെ അധികാരമുള്ള പവർ ആൻഡ് അതോറിറ്റി ഉള്ള സ്ഥാനത്തിരിക്കുന്നവർക്കെതിരായിട്ട് ആരോപണങ്ങൾക്കുള്ള സാധ്യത ഏറെയാണ് എന്നുള്ളതുകൊണ്ട് അവരും വളരെ കോഷ്യസ് ആയിട്ട് മുന്നോട്ട് പോകുക. അത്യാവശ്യം ചെറിയ കച്ചവടക്കാർക്കൊക്കെ അത്യാവശ്യം നേട്ടങ്ങൾ ഈ വാരം പ്രതീക്ഷിക്കാം. ശനിപ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ, ദാനധർമാദികൾ, ശനിക്ക് പുഷ്പാഞ്ജലി, ശനിയുടെ സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. ഇതൊക്കെ കൊണ്ട് പ്രയാസങ്ങൾ പൂർണ്ണമായിട്ട് നീക്കുവാനും കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും വരുവാൻ സഹായിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. കന്നിരാശി ഉത്രം അവസാനത്തെ 1/4 ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. വിവാഹ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമാകുന്ന ഒരു വാരമാണ് എന്നുള്ളതാണ്. അത് വിവാഹാലോചനകൾ വരുവാനും ഈ ചൊവ്വാദോഷം, രാഹുദോഷം, ശനിദോഷമൊക്കെ ഉള്ളവർക്ക് കുറേ കാലമായി പ്രതീക്ഷിച്ചിരുന്ന് കാണും യോജിച്ച വിവാഹാലോചനകൾ വരുമെന്ന്. എന്നാൽ അതിൻ്റെ ഒരു സൂചന നൽകിയിട്ട് അങ്ങോട്ട് കടന്നു പോകാറാണ് പതിവ്. ഈ വാരം പ്രാർത്ഥനയോടുകൂടി നമ്മൾ ശ്രമിക്കണം. വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകുവാനുള്ള ഭാഗ്യം ഏറെയാണ്. അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ വിജയിക്കുവാനും വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അത് തരപ്പെടുവാൻ അല്ലെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള സൂചനകൾ ലഭിക്കുവാനും ഭാഗ്യമുള്ള കാലമാണ്. ഡോക്ടേഴ്സ്, ലോയേഴ്സ്, എൻജിനീയേഴ്സ്, ബിസിനസ് എക്സിക്യൂട്ടീവ്സ് അവർക്കൊക്കെ അവരർഹിക്കുന്ന രീതിയിലുള്ള പ്ലേസ്മെൻറ്റ്, MNC പ്ലേസ്മെൻറ്റ് ഒക്കെ വരാനുള്ള ഭാഗ്യമുണ്ട്. ഈ ചെറിയ റെപ്രസെൻറ്റേറ്റീവ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അങ്ങനെയുള്ള ചെറിയ ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് ചെറിയ ലാഭം ഈ വാരം പ്രതീക്ഷിക്കാം. അവരുടെ ബാധ്യതകൾ അല്പമെങ്കിലും കുറയ്ക്കുവാൻ കഴിയുന്ന ഒരു വാരമാണെന്ന് അറിയുക. പൊതുവേ ലക്ഷറി ഐറ്റംസിന് വേണ്ടി പണം ചിലവാക്കുന്നതിന് പകരം കൺസ്ട്രക്റ്റീവായിട്ട് നമ്മുടെ ബാധ്യതകൾ കുറച്ച് അതിനുശേഷം ആഡംബരത്തിന് വേണ്ടി ചിലവാക്കേണ്ട ഒരു കാലമാണ്. കാരണം അല്പം പണം കയ്യിൽ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം അറിയുക. പൊതുവെയുള്ള കാര്യങ്ങളിലെ തടസ്സങ്ങളൊക്കെ നീക്കുവാനായി മഹാഗണപതിയെ പ്രത്യേകം പ്രാർത്ഥിക്കുക. ശ്രീ ഗണേശ സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുന്നതുകൊണ്ട് ഈ പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകും. സന്തോഷമായിരിക്കും. തുലാം രാശി ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ 1/4 ഭാഗം. പൊതുവേ കാര്യങ്ങളിൽ എല്ലാത്തിനും തടസ്സം വരുന്നതുകൊണ്ട് ആത്മവിശ്വാസം ഒന്ന് കുറയുന്ന കാലമാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട്. ഈ വാരം അതിൽ അല്പം ഒരു മെച്ചമായിട്ടുള്ള ചിന്ത വരും എന്നുള്ളതാണ്. കാര്യങ്ങളൊക്കെ ശരിയാകുന്നതിൻ്റെ ഒരു സൂചനയുണ്ട് എന്നുള്ളൊരു തോന്നൽ വരാം. അപ്പോൾ ആത്മവിശ്വാസം അല്പം ഒന്ന് വർദ്ധിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. ഇവിടെ പ്രത്യേക പ്രാർത്ഥന ആവശ്യമുള്ള സമയമാണ്. അങ്ങനെ ആത്മവിശ്വാസം നമ്മൾ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കാനായി ഒരു അവസ്ഥയുണ്ടാകാൻ അല്ലെങ്കിൽ അവസ്ഥയുണ്ടാക്കുവാൻ ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുക എന്നുള്ളതാണ്. ജയതു ജയതു സൂര്യം സപ്തലോകൈകദീപം കിരണശമിതപാപം ക്ലേശദുഃഖസ്യ നാശം എന്നാരംഭിക്കുന്ന ആ ഒരു ആദിത്യ ഹൃദയ സ്തോത്രം കിഴക്ക് ദർശനമായി സൂര്യൻ ഉദിച്ച ശേഷം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും. ഊർജ്ജസ്വലത കൈവരും. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ, രക്തദൂഷ്യം ഇതൊക്കെ വരുന്നൊരു കാലമാണ്. അതും കുറഞ്ഞു കിട്ടും എന്നുള്ളതിൽ സംശയം വേണ്ട. ഗൃഹത്തിലെ അഭിപ്രായ വ്യത്യാസം, ചെറിയ ഈ പാർട്ടിഷനൊക്കെ നടക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഭിപ്രായ വ്യത്യാസം, ജീവിത പങ്കാളികമായിട്ട് ഒരു മെൻ്റൽ ഡിസ്റ്റൻസിങ് എന്നൊക്കെ നമ്മൾ പറയില്ല, അതുമൊക്കെ പരിഹൃതമാകുന്ന ഒരു വാരമാണ്. ശിവക്ഷേത്ര ദർശനം അത്യാവശ്യം വേണം. അതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നീങ്ങുന്നു മാത്രമല്ല, ശിവപാർവതി ക്ഷേത്ര ദർശനവും ശിവപാർവതി സ്തോത്ര ജപവും കൊണ്ട് കുടുംബ ബന്ധങ്ങളിലെ പ്രയാസങ്ങൾ അകൽച്ച മാറ്റി വളരെ സൗഹൃദമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബജീവിതവും ലഭിക്കുവാൻ ഈ പ്രാർത്ഥന സഹായിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. വൃശ്ചികം രാശി വിശാഖം അവസാനത്തെ 1/4 ഭാഗം, അനിഴം തൃക്കേട്ട.
ജോലി അന്വേഷിക്കുന്നവർക്ക് അർഹിക്കുന്ന ഒരു പ്ലേസ്മെൻറ്റ് ലഭിക്കുവാൻ ഭാഗ്യമുള്ള ഒരു വാരമാണ്. ജോലിയിലൊരു പ്രൊമോഷനോ സാലറി ഹൈക്കോ പുതിയ MNC പ്ലേസ്മെൻറ്റോ, ഇപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് പുതിയ ഒരു ജോലിക്കുള്ള അവസരം ലഭിക്കും. അതുകൊണ്ട് ഓപ്പൺ യുവർ ഐസ് എന്നാണ് പറയുന്നത്. ബി അവെയർ ഓഫ് വാട്ട് ഇസ് ഗോയിങ് ഓൺ അറൗണ്ട് വേക്കൻസീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും അതിനുവേണ്ടി അപ്ലൈ ചെയ്യുകയും ഏത് ഇൻ്റർവ്യൂ കോൾ വന്നാലും അതിന് പോകണം. കാരണം ഒരു പുതിയ കമ്പനിയിലേക്കുള്ള എൻട്രിക്ക് പോസിബിലിറ്റി ഉള്ളൊരു കാലമാണ്. അതുപോലെ ഹയർ എഡ്യൂക്കേഷന് വളരെ ഭാഗ്യമുള്ളൊരു വാരമാണ്. മെഡിക്കൽ, എൻജിനീയറിംഗ്, മാനേജ്മെൻറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ ആ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യുന്നവർക്ക് പുതിയ ഹയർ എഡ്യൂക്കേഷനുള്ള പോസിബിലിറ്റീസൊക്കെ തെളിഞ്ഞു വരും. വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്കും അതിന് പറ്റിയ രീതിയിലുള്ള ഒരു അന്തരീക്ഷം, അവസരമൊക്കെ വന്നു ചേരും എന്നുള്ളതുകൊണ്ട് സന്തോഷകരമായിട്ടുള്ള ഒരവസ്ഥ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന ഒരു വേണ്ട രീതിയിൽ ഉപയോഗിക്കണം, കൺസ്ട്രക്റ്റീവായിട്ട് ഉപയോഗിക്കണം. ശനി അത്ര അനുകൂല ഭാവത്തിലല്ലാത്തതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ആദ്യം ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു ഉത്സാഹക്കുറവ് കൊണ്ട് അവസരങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഇതൊക്കെ വരാം എന്നുള്ളതുകൊണ്ട് ശനിപ്രീതി വരുത്തിക്കൊള്ളൂ എന്നുള്ളതാണ്. ശനിയാഴ്ചകളിൽ ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തി അവിടെ നീരാജനം കഴിപ്പിച്ച് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. തടസ്സങ്ങൾ നീങ്ങി അനുകൂലമായിട്ടുള്ള ഭാവം വരും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കും. ധനുരാശി മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. മാറ്റങ്ങളുടെ സൂചന വ്യക്തമാകുന്ന ഒരു വാരമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ച് വിവാഹ കാര്യങ്ങളിൽ താല്പര്യം കുറഞ്ഞിരുന്നവർക്ക് ക്രമേണ താല്പര്യം വരുവാൻ, അല്ലെങ്കിൽ അവരത് പേരൻസിനോട് സൂചിപ്പിക്കുവാനോ അല്ലെങ്കിൽ എതിർപ്പ് പ്രകടിപ്പിക്കാത്ത ഒരവസ്ഥ, അങ്ങനെയൊക്കെ വരുന്ന ഒരു വാരമാണ്. അതുകൊണ്ട് വിവാഹ കാര്യങ്ങൾക്ക് കുറേ കാലമായിട്ട് തടസ്സം ഉണ്ടായിരുന്നവർ വിവാഹ കാര്യങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. അതിന് വേണ്ട പരിഹാരം കൂടി ചെയ്തോളൂ. ജാതകത്തിൽ ചൊവ്വാദോഷം, രാഹുദോഷം, കേതുദോഷമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ദൈവജ്ഞനെ കണ്ട് അതിനുള്ള പരിഹാരങ്ങൾ വേണ്ട രീതിയിൽ നടത്തിയതിന് ശേഷം മുന്നോട്ട് പോവുക. വിവാഹകാര്യങ്ങളിൽ ഒരു തീരുമാനം ആകും. ജോലി സ്ഥലത്ത് ചെറിയ അഭിപ്രായ വ്യത്യാസവും ടെൻഷനും ഒക്കെ വരുന്നുണ്ട്. ജോലി വിടാനുള്ളൊരു താല്പര്യമൊക്കെ ഉണ്ടാവും. ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല, വേറെ ഏതെങ്കിലും സ്ഥാപനത്തിലേക്ക് ട്രൈ ചെയ്യാം തീർച്ചയായിട്ടും. പക്ഷേ സർവീസ് കണ്ടീഷൻസ് ഒക്കെ നോക്കി മെച്ചമാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അതിനുവേണ്ടി ശ്രമിക്കുക. കാരണം തീരുമാനങ്ങളിൽ ചില തെറ്റുകൾ പറ്റാം. അതുപോലെ പ്രണയിക്കുവാൻ ഒട്ടും അനുകൂലമായിട്ടുള്ള ഒരു കാലമല്ല. റോങ് ഡെസിഷൻ മേക്കിംഗ്, തെറ്റായിട്ടുള്ള ഒരു പ്രണയം വരാനോ അല്ലെങ്കിൽ അതുകൊണ്ട് ജീവിതത്തിൽ പ്രയാസങ്ങൾ വരാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് നമുക്കൊരു കോഷൻ വേണം. ഡ്രൈവിംഗ് ഒക്കെ ശ്രദ്ധിക്കണം, റൈഡിങ്ങും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. സോഷ്യലൈസേഷൻ ഒന്ന് ലിമിറ്റ് ചെയ്യണം. അതാണ് കാരണം നമ്മുടെ സൽപ്പേരിന് പ്രയാസം വരാത്ത രീതിയിൽ വേണം വ്യക്തികൾ പെരുമാറുവാൻ. പ്രത്യേകിച്ച് പവർ ആൻഡ് അതോറിറ്റി, കുറച്ച് അധികാരമൊക്കെയുള്ള ജോലിയിലിരിക്കുന്നവർ ആ കാര്യങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. വ്യാഴപ്രീതി വരുത്തിക്കൊള്ളൂ. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ വ്യാഴന് പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. അവിടെ ദർശനം നടത്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ മതിയാകുന്നതാണ്. പ്രയാസങ്ങളൊക്കെ തന്നെയും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. മകരം രാശി ഉത്രാട അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. പൊതുവെ സാമ്പത്തികമായി മെച്ചമാകുന്ന ഒരു വാരമാണ്. ഉദ്ദേശിക്കുന്ന രീതിയിൽ പണം വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. എന്നാൽ അധികം ബാധ്യതയൊക്കെ ഉള്ളവർക്ക് ആ ബാധ്യതയൊക്കെ ഒന്ന് കുറയ്ക്കുവാനേ ഈ പണം ഉപകരിക്കുകയുള്ളൂ എന്നുള്ള കാര്യവും ആഡംബരങ്ങൾക്ക് വേണ്ടി പണം ചെലവാക്കാനുള്ള ഭാഗ്യമുണ്ട്. പുതിയ വസ്ത്രം, ആഭരണം, ഇതിനു വേണ്ടി പണം ചെലവാക്കുവാനും പൊതുവെ പിക്നിക്ക് അതിനൊക്കെ പണം ചെലവാക്കുന്ന, അഡ്വാൻസ് ചെയ്യുന്ന ഒരു കാലമാണ്. ചില കോസ്റ്റ്ലി ഐറ്റംസ് വന്നു ചേരാനുള്ള ഭാഗ്യവും ദൂരദേശ യാത്രയ്ക്കും പിന്നെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനുള്ള യോഗം, ബന്ധുക്കളുമൊക്കെ ആയിട്ട് കണ്ടുമുട്ടി സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ പങ്കുവയ്ക്കാനും ഉള്ള ഒരു ഭാഗ്യവും ഈ വാരം കാണുന്നു. യങ്സ്റ്റേഴ്സിന് വിവാഹ കാര്യങ്ങളിൽ തീരുമാനം ആകുവാനുള്ള ഭാഗ്യമുണ്ട്. അതുപോലെ തന്നെ ഈ ആ മൈൻഡ് സെറ്റുള്ളവർക്കും ആ പ്രായത്തിലുള്ളവർക്കും പ്രണയം വന്നു ചേരാനുള്ള ഒരു യോഗവുമുണ്ട് എന്നുള്ള കാര്യം അറിയുക. എഡ്യൂക്കേറ്റഡ്, അതായത് ക്വാളിഫിക്കേഷൻ ഒക്കെ കംപ്ലീറ്റ് ഉള്ളവർക്ക്, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്ക് അർഹിക്കുന്ന ജോലി, പ്ലേസ്മെൻറ്റ് ഇവ വന്നു ചേരാനുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. ഗണപതി പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ, ഗണപതി ക്ഷേത്ര ദർശനം, ശ്രീ ഗണേശ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിക്കുക. ഇവയൊക്കെ കൊണ്ട് ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ മാറും. അനുകൂലമായിട്ട് ഇപ്പോൾ പറഞ്ഞ ഫലങ്ങളിലെ തടസ്സങ്ങളും പൂർണ്ണമായി നീങ്ങി കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. കുംഭം രാശി അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം.
ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ഒരു ശ്രദ്ധ വേണം. വൈറസ് സംബന്ധമായിട്ടുള്ള അസുഖം വരാം. ഒരു പ്രായം കടന്നവർക്ക്, പ്രത്യേകിച്ച് ഒരു 48 വയസ്സ് 4-ാം വ്യാഴവട്ടം എന്ന് പറയും, ആ പ്രായം കടന്നവർക്ക് രക്തദൂഷ്യം, ബ്ലഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ്, പിന്നെ ഈ വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ഇവയൊക്കെ വരുവാൻ സാധ്യതയേറെയുള്ള കാലമാണ്, വാരമാണെന്നറിയുക. ജോയിൻസിനൊക്കെ ചെറിയൊരു വേദനയൊക്കെ വരുന്നുണ്ട്. ഒരു കാര്യവും ചെയ്യാനുള്ളൊരു ഉത്സാഹം കുറയുന്ന ഒരു കാലവുമാണ്, വാരവുമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. അപ്പോൾ ഊർജ്ജസ്വലത വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ചെറിയ കച്ചവടക്കാർക്കൊക്കെ ഇതുകൊണ്ട് തന്നെ പല നല്ല അവസരങ്ങളും നഷ്ടപ്പെടുവാനുള്ള ഒരു സാധ്യതയും, എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നടക്കുന്നതിൽ തടസ്സമുള്ളതുകൊണ്ട് മനസ്സിന് വിഷമം വരുന്ന ഒരു കാലവുമാണ് എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുക. എന്നാൽ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പ്രയാസങ്ങൾ കുറയും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. പഴയ ബാധ്യതകൾ വർദ്ധിപ്പിക്കുവാൻ സാധ്യതയുള്ള ആ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അതായത് പുതിയ ലോൺ എടുക്കുക, പുതിയ കാര്യങ്ങൾ ആരംഭിക്കുക, ഇതൊന്നും തൽക്കാലം വേണ്ട. എന്നാൽ പല കാര്യങ്ങളും ശരിയായി വരും പ്രാർത്ഥന കൊണ്ട് എന്നുള്ളതാണ് മറ്റൊരു നല്ല കാര്യം. നല്ലൊരു കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥന കൊണ്ട് കാര്യങ്ങൾ ശരിയാകുവാനുള്ള ഒരു ഭാഗ്യമുണ്ട്. കഠിനമായിട്ടുള്ള ചില തടസ്സങ്ങളൊക്കെ അല്പമൊന്ന് കുറയുന്നതായിട്ടും അനുഭവപ്പെടുവാനുള്ള ഭാഗ്യം ഈ വാരം കാണുന്നുണ്ട്. പ്രയാസങ്ങളൊക്കെ നീക്കുവാനായി ചെയ്യേണ്ട ഒരു പ്രാർത്ഥന ശനിപ്രീതികരമായിട്ടുള്ള പ്രാർത്ഥന തന്നെയാണ്. നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം എന്നുള്ള ആ ശ്ലോകം ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായിട്ട് ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്ന് മാത്രമല്ല, കുടുംബത്തിന് ഐശ്വര്യവും സന്തോഷവും സമാധാനവും ലഭിക്കും. സന്തോഷമായിരിക്കാം. മീനം രാശി, പൂരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി രേവതി. പണച്ചെലവ് ഏറെ ഉണ്ടാകും. ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് ജോലിയിൽ ഒരു ഉയർച്ചയോ, അവരുടെ വിവാഹകാര്യങ്ങളിൽ ഒരു തീരുമാനമോ, കുടുംബത്തിൽ ചെറിയ ആഘോഷങ്ങളോ, ഇതിനൊക്കെ സാധ്യതയുണ്ട്. ദൂരയാത്രയ്ക്ക് ഭാഗ്യമുണ്ട്. ആഡംബര വസ്തുക്കൾ വാങ്ങുവാനുള്ള ഭാഗ്യമുണ്ട്. പണത്തിൻ്റെ വരവ് കുറവാണെങ്കിലും ചെലവിന് കുറവുണ്ടാവില്ല എന്നുള്ളതാണ്. ചെലവ് ഏറി വരും. അതുകൊണ്ട് തന്നെ ബാധ്യത അല്പം ഒന്ന് വർദ്ധിക്കുവാനുള്ള സാധ്യതയും ഏറെയാണ് ഈ വാരം എന്ന് പ്രത്യേകിച്ച് അറിയുക. അതുകൊണ്ട് അധികം ബാധ്യത വരുത്തി വയ്ക്കാണ്ടുള്ള ചെലവ് മാത്രം ഉണ്ടാക്കുവാനായി ശ്രമിക്കണം. അധിക ചെലവ് നിയന്ത്രിക്കണം എന്ന് സാരം. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അലർജിക് കണ്ടീഷൻസ്, സ്കിൻ ട്രബിൾസ്, രക്തദൂഷ്യം, അങ്ങനെയുള്ള ചെറിയ പ്രയാസങ്ങൾക്കുള്ള സാധ്യതയുള്ളതുകൊണ്ട് രാഹുപ്രീതിയും സർപ്പപ്രീതിയും അത്യാവശ്യം എന്ന് കാണുന്നു. സർപ്പപ്രീതിക്കായി അടുത്ത മഹാക്ഷേത്രത്തിലെ നാഗരാജാവിനെ വണങ്ങി പ്രാർത്ഥിക്കുക. അവിടെ മഞ്ഞൾപ്പൊടിയും പാലും സമർപ്പിക്കുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് മെയിൽ അയക്കാം. മെയിലിനുള്ള മറുപടി ഈ പ്രോഗ്രാമിലൂടെ തന്നെ ലഭിക്കും. തിരഞ്ഞെടുക്കുന്ന മെയിൽസിനായിരിക്കും മറുപടി നൽകുക. മെയിൽ അയക്കുമ്പോൾ ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം, പിന്നെ എന്താണ് അറിയേണ്ട വിവാഹകാര്യമാണ്. എല്ലാവരും പൊതുവെയുള്ള സമയം എന്നാണ് സാധാരണഗതിയിൽ ചോദിക്കാറ്. അതിന് പകരം എന്താ വിവാഹകാര്യമാണോ, അതോ ബാധ്യതയുണ്ടോ, അതെങ്ങനെ പരിഹരിക്കാം, അല്ലെങ്കിൽ ഏത് കോഴ്സാണ് അനുയോജ്യം, ബിസിനസ് ചേരുമോ, കലാരംഗമാണോ ചേരുന്നത്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാകാം എന്നുള്ളതുകൊണ്ട് ചോദ്യത്തിലും ഒരു വ്യക്തത വേണം. അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ് വിശ്വാസം. അതുപോലെ AM PM, പകലാണോ രാത്രിയാണോ, ഉച്ചയ്ക്കാണോ രാവിലെയാണോ, ഈ കാര്യവും സമയത്തിൻ്റെ കാര്യത്തിൽ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്യണം എന്നുള്ള കാര്യം അറിയുക. ഇന്നത്തെ ആദ്യത്തെ മെയില് മിസ്സസ് ദീപ ഹരിദാസ് ബിലായിൽ നിന്നാണ്. മകളുടെ വിവാഹകാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. 32 വയസ്സായി, ബാങ്ക് ഓഫീസറാണ്. വെരി ഗുഡ്, വെൽ പ്ലേസ്ഡ് ആണ് എന്നുള്ളതാണ്. മൂലം നക്ഷത്രം. എന്താണ് വിവാഹം വൈകുന്നത്? പല വിവാഹവും വന്നിട്ട് പിന്നീട് അങ്ങോട്ട് അതിൻ്റെ മറുപടി ഒന്നും ലഭിക്കില്ല. വിവാഹം ആലോചിച്ചു തുടങ്ങി, ഇപ്പോൾ ഏതാണ്ട് ഒരു മടുത്ത അവസ്ഥയാണ്. 7 വർഷത്തോളമായി വിവാഹം ആലോചിക്കുന്നു, കാര്യങ്ങൾ ശരിയാകുന്നില്ല. എന്തെങ്കിലും കാര്യം ശരിയായി വരുമ്പോൾ അവൾക്കത് ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ മറുപടി അവരിൽ നിന്നുണ്ടാവില്ല. ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. എന്താണ് പരിഹാരം? ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ മൂലം നക്ഷത്രമായതുകൊണ്ടും ഗ്രഹനിലയിൽ 7-ാം ഭാവാധിപൻ 6-ൽ മറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ വിവാഹം വൈകിയേ നടക്കൂ. ഇത് മാത്രമല്ല, പല തടസ്സങ്ങളും കഴിഞ്ഞതിന് ശേഷം മാത്രമേ വിവാഹം നടക്കൂ എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇപ്പോൾ വിവാഹകാലം ആരംഭിക്കുകയാണ്. ഈ ജൂൺ മുതൽ വിവാഹകാലമാണ്. അതുകൊണ്ട് തന്നെ 11 മാസത്തിനകം വിവാഹം നടക്കുവാൻ ഭാഗ്യമുണ്ട്.
ചെയ്യേണ്ട ഒരു കാര്യം ശിവക്ഷേത്ര ദർശനം നടത്തി അവിടെ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. അതോടൊപ്പം തന്നെ സ്വയംവര പുഷ്പാഞ്ജലിയും കൂടി കഴിപ്പിക്കുക. വിവാഹകാര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും. ഓം ഹ്രീം നമഃ ശിവായ മന്ത്രം ദിവസവും ജപിച്ചോളൂ. എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിരിക്കും. അടുത്ത മെയിൽ മിസ്സസ് നളിനി ബാംഗ്ലൂരിൽ നിന്നാണ്. പൂരം നക്ഷത്രം, 41 വയസ്സ്. ചെറിയൊരു കോഫി ഷോപ്പ് നടത്തുന്നു. ഹസ്ബൻഡില്ല. മകളുടെ എഡ്യൂക്കേഷൻ ഇങ്ങനെ നടന്നു പോകുന്നു എന്ന് പറയാം. അത്രയേ ഉള്ളൂ. ഈ വരുമാനം കൊണ്ട് ഭാവി എങ്ങനെയാണ്? ജാതകം അനുസരിച്ചിട്ട് വരുമാനത്തിനൊരു കുറവില്ല. വരുമാനമൊക്കെ ധാരാളമുണ്ട്. കുടുംബസ്വത്ത് ഏതാണ്ടൊക്കെ ഉണ്ടാകണം. അതിനുള്ള ഒരു യോഗവും കാണുന്നുണ്ട്. ഒരു പക്ഷേ FDO അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. കാരണം വരുമാനം വ്യക്തമാണ്. വരുമാനം ഉണ്ട്. അത്യാവശ്യത്തിന് വരുമാനമൊക്കെ ഉണ്ട്. ബിസിനസ്സിൽ നിന്നും വരുമാനം ലഭിക്കുന്നുണ്ടാകാം. എന്നാൽ ക്യാഷ് മാനേജ്മെൻറ്റിൽ കഴിവ് കുറവാണെന്ന് കാണുന്നു. ഈ വരുമാനം അനുസരിച്ചിട്ട് ചിലവാക്കാനുള്ള കഴിവ് വളരെ കുറവാണ്. അതുകൊണ്ട് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനൊന്നും പോകണ്ട. ഇപ്പോഴുള്ള ബിസിനസ് അങ്ങോട്ട് റൺ ചെയ്ത് ഒരു ലോ പ്രൊഫൈലിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുക. പ്രത്യേകിച്ച് ഇപ്പോൾ കണ്ടകശനിക്കാലവും അതിനുശേഷം അഷ്ടമശനിക്കാലവും ഒക്കെ വരുന്നത് കൊണ്ട് ബിസിനസ് എക്സ്പാൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. ഡൈവേഴ്സിഫിക്കേഷൻ, ചിലർ പറയും അത് സ്റ്റാർട്ട് ചെയ്യാം ഇത് സ്റ്റാർട്ട് ചെയ്യാം. തൽക്കാലം ഈ കോഫി ഷോപ്പ് അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ കേട്ടോ. വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട. കാര്യങ്ങൾ ശരിയായി വരട്ടെ. കാര്യങ്ങൾ ശരിയായി വരാനായിട്ട് അല്പകാല താമസം കൂടി ഉണ്ട് എന്നുള്ള കാര്യം അറിയുക. എന്നാൽ നല്ലൊരു സ്ഥിതി വരാനുള്ള ഭാഗ്യമുണ്ട്. ഇപ്പോൾ കനകധാരാ സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ശ്രീ സനാതന ഭട്ട് ഉടുപ്പിയിൽ നിന്നാണ്. 62 വയസ്സായി. പൂയം നക്ഷത്രം. ചില പൂജകളൊക്കെ നടത്തുന്നു. അല്പം ജ്യോതിഷവും ഉണ്ട്. 6 വർഷമായിട്ട് കഷ്ടപ്പാടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പൂയം നക്ഷത്രത്തിന് പൊതുവേ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കഷ്ടപ്പാടാണ്. ജാതകത്തിൽ അനുകൂലമായിട്ടുള്ള ദശാപഹാരങ്ങളും അല്ല. എന്നാൽ അല്പ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഈ ചിങ്ങമാസം മുതൽ, അതായത് സെപ്റ്റംബർ ഒക്ടോബർ മുതൽ പ്രതീക്ഷിക്കാം. ഈ പൂജാകർമാദികൾ നടത്തിക്കോളൂ കേട്ടോ. അത് ചേരുന്ന ഈ ജ്യോതിഷവും ചേരും കേട്ടോ. ഇൻറ്റ്യൂട്ടീവ് ഫാക്കൽറ്റി, ആ ഗുളികൻ്റെ ഒരു സ്ഥിതി നോക്കുമ്പോൾ ആ ഒരു ഇൻറ്റ്യൂട്ടീവ് ഫാക്കൽറ്റിയൊക്കെ ഉണ്ട്. എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നടക്കാനുള്ള ഒരു ഭാഗ്യമുണ്ട്. നാവിൻ തുമ്പത്ത് സരസ്വതി ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. ഒരുപക്ഷെ താങ്കൾക്ക് നന്നായിട്ട് സംസാരിക്കാനൊക്കെ അറിയാം. എന്നാൽ ഈ ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല. പൂജയും ജ്യോതിഷവുമാണ്. അതിൽ നിന്നുള്ള വരുമാനം എന്തായാലും വർദ്ധിക്കും. 2025 അവസാനത്തോടുകൂടി നവംബർ ഡിസംബർ മാസമാകുമ്പോൾ വരുമാനം വർദ്ധിക്കും. കുറച്ചുകൂടെ ഒരു പ്രശസ്തിയും അതിൽ നിന്നുള്ള കൂടുതൽ അവസരങ്ങളും ഒക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യവുമുണ്ട് എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കുക. അടുത്ത മെയിൽ മിസ് ഹരിണി, അത്തം നക്ഷത്രം, ചെന്നൈയിൽ നിന്നാണ്. 33 വയസ്സ്. ഡൂയിങ് PhD ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഭാവി എങ്ങനെയാണ്? ജാതകത്തിൽ അത്തം നക്ഷത്രമാണ്. ശുക്രൻ വളരെ ശക്തനാണ്. കലയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സാഹിത്യമാണ് എടുത്തിരിക്കുന്നത്. സാഹിത്യം കംപ്ലീറ്റ് ചെയ്തോളൂ. വ്യാഴവുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് ഗുരുസ്ഥാനം, ടീച്ചിങ് ജോബ് നല്ലതാണ്. കോളേജ് അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ട്രൈ ചെയ്യാം. സ്കൂൾ ടീച്ചറായിട്ട് ട്രൈ ചെയ്യാം. ടീച്ചിങ് എന്തായാലും ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കലാരംഗവുമായിട്ട്, കലയിൽ എന്തെങ്കിലും ഉണ്ടോ, മ്യൂസിക്കോ ഡാൻസോ അങ്ങനെ മീഡിയ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തുടരുക. അതിലൂടെ ഉയർച്ചയും നേട്ടവും, സാമ്പത്തിക നേട്ടവും ഒരു സാറ്റിസ്ഫാക്ഷനും തൃപ്തിയും ഒക്കെ ഉണ്ടാകും എന്നുള്ളതിൽ സംശയം വേണ്ട. ഈ വർഷം അവസാനം മുതൽ ഭേദപ്പെട്ട കാലം വരും എന്നുള്ളതിൽ സംശയം വേണ്ട. 2027 നല്ലൊരു സ്ഥിതിയിലെത്തും. സന്തോഷമായിരിക്കും. ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ മെയിൽ ചെയ്യാം. ഡീറ്റെയിൽസ്, ബർത്ത് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവണം. ഈ പ്രോഗ്രാമിലൂടെ തന്നെ മറുപടി നൽകുവാൻ ശ്രമിക്കാം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ വാരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഓം ശ്രീ വിഘ്നേശ്വരായ.